ബീഹാറിലും അട്ടിമറി നടന്നോ എന്നുള്ള സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുമ്പോൾ ആ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യത്ത് ജനാധിപത്യം കുഴിച്ചുമൂടപ്പെട്ടു എന്നതായിരുന്നു രാഹുലിന്റെ ആരോപണം. BJP പല സംസ്ഥാനങ്ങളും പിടിച്ചെടുത്തത് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിക്കൊണ്ടാണ് എന്നുള്ളത് രാഹുലും പ്രതിപക്ഷവും പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. സുപ്രീം കോടതിയിൽ പോലും ഹർജികൾ നൽകിയിരുന്നു രാഹുൽ ഗാന്ധി. എന്നാൽ ഉദ്ദേശിച്ച ഫലമൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഗോദി മീഡിയകൾ പരിഹാസങ്ങൾ കൊണ്ട് രാഹുലിനെ ആക്രമിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും രാഹുലിനെ തള്ളിപ്പറയുന്ന സ്ഥിതി ഉണ്ടായി. രാഹുൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ആ ഒരു പരിഗണന പോലും നൽകാതെയാണ് രാഹുലിൻ്റെ ആരോപണങ്ങൾ ഓരോന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചത്. അത് അന്വേഷിക്കുവാനുള്ള മാന്യതയോ അല്ലെങ്കിൽ മര്യാദയോ ജ്ഞാനേഷ് കുമാർ കാണിച്ചില്ല എന്നതും നിർഭാഗ്യകരമാണ്. ബീഹാറിൽ അട്ടിമറി വിജയം നേടിയതിൻ്റെ ആലസ്യത്തിൽ BJPയും BJPയുടെ സഖ്യകക്ഷിയെ പോലെ പെരുമാറുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ കർണാടകയിൽ നിന്നും ഒരു വാർത്തയെത്തുന്നത്. രാഹുൽ പുറത്തുവിട്ട ആരോപണങ്ങളിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അത് യഥാർത്ഥത്തിൽ ജ്ഞാനേഷ് കുമാറിന് മുഖത്തടിയേറ്റ പോലെയാണ്. കാരണം രാഹുൽ പുറത്തുവിട്ട തെളിവുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൽ നിന്നുണ്ടായ കെട്ടുകഥകൾ മാത്രം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ജ്ഞാനേഷ് കുമാർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. തോൽവി അംഗീകരിക്കുവാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നതായിരുന്നു ജ്ഞാനേഷ് കുമാറിന്റെ പ്രധാന വാദം. യഥാർത്ഥത്തിൽ ഒരു BJP നേതാവ് പറയേണ്ടുന്ന വാക്കുകളായിരുന്നു ജ്ഞാനേഷ് കുമാറിന്റെ വായിൽ നിന്നും വന്നത്. എന്നാൽ കർണാടകയിൽ നിന്നും അറസ്റ്റ് വന്നതോടെ ശരിക്കും പ്രതിക്കൂട്ടിലായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ തന്നെയാണ്. രാഹുൽ പത്രസമ്മേളനത്തിൽ ഉയർത്തിവിട്ട വിഷയത്തിൽ തന്നെയാണ് SITയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 2023 അലന്ത് മണ്ഡലത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റി എന്ന കുറ്റത്തിനാണ് പശ്ചിമ ബംഗാൾ സ്വദേശി കൂടിയായ ബാപ്പി ആദ്യയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. BJP നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മണ്ഡലത്തിൽ മാത്രം ഇയാൾ വ്യാപകമായ രീതിയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിയത്. ഇയാളെപ്പോലുള്ള സ്ലീപ്പർ സെല്ലുകൾ BJP പലയിടത്തും നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുലിൻ്റെ വാദം. അത് ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിയും EVM മെഷീനുകളിൽ തിരിമറികൾ നടത്തിയൊക്കെയാണ് BJP പല തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുന്നത് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഇവിടെ ശരിവെക്കുകയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. OTP ഉപയോഗിച്ച് അതിവിദഗ്ധമായി ഇയാൾ വോട്ടുകൾ നീക്കം ചെയ്തു. ഓരോ OTPക്കും 700 രൂപയാണ് ഇയാളുടെ പ്രതിഫലം. അങ്ങനെ ഈ ഒരു മണ്ഡലത്തിൽ ഇയാൾ മാത്രം നടത്തിയത് 3000-ഓളം തിരിമറികളാണ്. അങ്ങനെ എത്ര പേരുണ്ടാകുമെന്നതാണ് ഇനി അറിയേണ്ടത്. ഇതൊക്കെ കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്നാൽ അവരുടെ ജോലിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുന്നത്. ജ്ഞാനേഷ് കുമാർ യഥാർത്ഥത്തിൽ രാഹുലിനോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. ഗുരുതരമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടും രാഹുലിനെ ഈ രാജ്യത്തിന് മുന്നിൽ ഒരു കോമാളിയെ പോലെ ചിത്രീകരിക്കുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തയ്യാറായത്. എന്നാൽ അതല്ല സത്യം എന്നുള്ളത് ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നതോടെ ജ്ഞാനേഷ് കുമാർ രാഹുലിനോട് മാപ്പ് പറയേണ്ടതാണ്. മാത്രമല്ല ഈ രാജ്യത്തോടും അദ്ദേഹം തെറ്റംഗീകരിച്ചുകൊണ്ട് മാപ്പ് പറയാൻ തയ്യാറാകണം. അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്ന മോദിയോടും അമിത്ഷായോടുമുള്ള കടപ്പാട് കാണിക്കുവാനാണ് ജ്ഞാനേഷ് കുമാർ തയ്യാറാവുന്നത് എങ്കിൽ വലിയ വിലയാണ് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നൽകേണ്ടി വരിക. ബീഹാറിൽ തന്നെ 65 ലക്ഷം വോട്ടുകളാണ് ജ്ഞാനേഷ് കുമാർ തള്ളിയത്. അത്തരത്തിൽ ഒരുപാട് നെറുകേടുകൾ BJPക്ക് വേണ്ടി ജ്ഞാനേഷ് കുമാർ നടത്തുന്നു എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം കഴിഞ്ഞ ദിവസം വരെ വെറും ആരോപണം മാത്രമായിരുന്നു. എന്നാൽ രാജ്യം ഇപ്പോൾ മനസ്സിലാക്കുന്നു രാഹുലായിരുന്നു ശരി എന്നുള്ളത്. എന്തായാലും ഈ വിഷയങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി ജ്ഞാനേഷ് കുമാറിന് നൽകേണ്ടി വരും. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന മൗനം അത് അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നതും ഉറപ്പാണ്.